നമ്മളൊക്കെ അബ്നോർമൽ ആയിട്ട് കരുതുന്ന പല കാര്യങ്ങളും ഗാസയിലെ പലസ്തീനിയൻ കുട്ടികൾക്ക് നോർമൽ കാര്യങ്ങളായിട്ടാണ് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ഗാസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോക സമാധാനത്തിനും ലോക നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്, സമൂഹമാണ് എന്നൊരു കാര്യം. അവരോട് ചോദിച്ചോട്ടെ, ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ എന്ത് തരത്തിലുള്ള സമാധാനമാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം യൂണിവേഴ്സിറ്റിയിൽ അറ്റാക്ക് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ്, ഒരു ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് 5 തവണയാണ് ഒരു ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ഇവർ എന്ത് നന്മയാണ് കൊണ്ടുവരാൻ പോകുന്നത്? അവിടുത്തെ ഡോക്ടേഴ്സിനെയും പേഷ്യൻസിനെയും മറ്റു സ്റ്റാഫ്സിനെയും ഒക്കെ കൊന്നിട്ടാണോ ഇവർ സമാധാനം കൊണ്ടുവരാൻ നോക്കുന്നത്? ഇസ്രായേലിന്റെ ചില ക്രൂരമായിട്ടുള്ള അറ്റാക്കിങ്ങുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലെബനാനിലെ ഹോസ്പിറ്റൽ 5 തവണയാണ് ഇവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ظروف العمل اكيد كثير صعبه، خاصه كمان نحن اول حرب تعرضنا ل4-5 اعراض بالمستشفى. في عنا هون بالمستشفى اكيب تمريض وطبي وموظفين كلهم مع عائلاتهم مع اولادهم مع امهم وبيهم. اكيد في خوف، بس هالخوف تعطي قوه تنصمد اكثر. المسافة بيننا وبين منطقة القصف 5 أمتار تقريبا قبل المدخل الرئيسي. عم بصير في قطع للطرقات قدام المستشفى ب 200 ل 300 متر، في قطع للطريق. امبارحة طبعا زبطوا لنا اياها بشكل مرحليا، قدرنا نحن نطلع، خففنا الطاقم قسمنا لجزئين، جزء عبارة بقي طبيبين مع تمريض وتقنيين بقيوا بالمستشفى فوق عم يستقبلوا الحالات وعم يتابعوهم، اي حالة عم تجيهم عم يتابعوها، والطاقم الثاني جينا على مستشفى جبل عامل واستقبلوهم هون وعم نتابع عملنا هون. يعني تذكرت هلا كان على الافطار، بس الحمد لله كنا مجتمعين على الطاولة بعد عن الازاز. الحمد لله ما صار في ولا جريمة في المستشفى. Deliberately attacking the hospital and medical personnel are considered as war crime. എന്ത് വാർ ക്രൈം അല്ലേ? ഇതിന് മാത്രം എത്രത്തോളം വാർ ക്രൈം ചെയ്തിട്ടുണ്ട്? എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഈ ഹോസ്പിറ്റൽ 5ഓളം തവണ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാഫുകൾ ഇപ്പോൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ പറയുന്നത് പേടിയുണ്ട്, പക്ഷെ ആ പേടി അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നു, അതായത് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീംസിനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒരു ടീം വരുന്ന അത്യാവശ്യമായിട്ടുള്ള കാഷ്വാലിറ്റി കാര്യങ്ങളൊക്കെ, എമർജൻസി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റവരെ ടെക്നിക്കൽ ആയിട്ടുള്ള, അതായത് അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ അറ്റാക്കുമായി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയാക്കാനുള്ള രീതിയിൽ, അതായത് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുന്നു. ലെബനനിലെ ബൈറൂട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് അടിച്ച് തരിപ്പണമാക്കിയിട്ടുള്ളത്. ഈ ഇസ്രായേലികൾ അടിക്കുമ്പോൾ പറയുന്നത് അവരടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഹസ്ബുള്ള ആയിട്ടുള്ള ബന്ധമായിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് ഹസ്ബുള്ള മെമ്പർ ആയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് 2 ദിവസം മുൻപ് ഒരു പ്രസ് ജേർണലിസ്റ്റിനെ കൊന്നിട്ടുള്ളത്. നേരിട്ട് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വ്യക്തിയുടെ നേരക്ക്. അതിനോടൊപ്പം തന്നെ 2 പേർ, രണ്ട് ജേർണലിസ്റ്റും കൂടി അതിനോടൊപ്പം മരണപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഹിസ്ബുള്ളയിൽ പെട്ടിട്ടുള്ള ആളുകളാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറൊരു അറ്റാക്കിംഗ് കൂടി നടന്നിട്ടുണ്ട്. അത് ഒരാളുടെ നേരെ
അറ്റാക്ക് ചെയ്തിട്ടാണുള്ളത്. ആ അറ്റാക്കിൽപ്പെട്ട് ഒരു ഫാദറും അതുപോലെ ആ വ്യക്തിയുടെ മകൻ 2 വയസ്സ് മാത്രം പ്രായമുള്ള മകനും കൂടി മരണപ്പെട്ടിട്ടുണ്ട്. ഇത് നടക്കുന്നത് സദേൺ ഗാസയിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അതായത് അവരുടെ നേരെ അറ്റാക്ക് ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കണ്ടു നോക്കാം. كان موجود في حارة وتمشى هو وابنه طفل صغير عمره 2 سنين حامل ابنه وماشي في الشارع استهدف الطيار استطلاع بصاروخ مباشر هو وابنه استشهدوا على الفور تقطعوا أشلاء. حرب ما زالت موجودة على أشدها. احنا بنعيش أيام أصعب من أيام الحرب الحقيقية. عمليات استهداف إطلاقنا باستمرار بكثافة بغزارة من طيارات الاستطلاع من طيارات الأباتشي من النقاط العسكرية المنتشرة في كل مكان. നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, നേരിട്ടൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഛിന്ന ഭിന്നമായി പോകും. ആ ഒരു അവസ്ഥയിലാണ് ആ കുട്ടിയും അതുപോലെ അവരുടെ ഫാദറും പിതാവും ഉണ്ടായിട്ടുള്ള എന്നാണ് ഈ കാണുന്നവർ പറയുന്നത്. അതായത് ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട് ഈ 2 പേർ. ഇതും ഇസ്രായേലികളുടെ ഒരു ക്രൂരതയാണ്, മറ്റൊരു ക്രൂരത. കാരണം ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് മറ്റൊരു ക്രൂരതയാണ്. അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഗാസയിൽ നിന്നും വന്നിട്ടുണ്ട്. ഗാസയിലുള്ള പലസ്തീനിയൻ കുട്ടികളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് അതൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാർച്ച് 30-ാം തീയതിയാണ്. ഈ വീഡിയോനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും എന്താണെന്നുള്ളത്. ആ കുഞ്ഞുങ്ങൾ കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു നോർമലാണ്. ഇവർക്ക് ഈ ഒരു ഗതി വരാനുള്ള കാരണക്കാർ ആരാണ്? കാരണം ആ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദിവസവും കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ജനിച്ച മുതൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇതൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്, ഇത് മാത്രമേ ഇതിന് മുമ്പ് ഞാൻ കാണിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടേഴ്സ് പറയും ഇറാനും ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നില്ലേ എന്നൊരു കാര്യം, അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നില്ലേ എന്നൊരു കാര്യം. ഓഫ് കോഴ്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിന് അടി കിട്ടുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിന് അടി കിട്ടുന്നത് 1% മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ കാണുന്നത്. ബാക്കിയുള്ള 99% അവർ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്, അല്ലെങ്കിൽ അതിനെ സെൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് വിടാതെ പരമാവധി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇറാന്റെ ആദ്യത്തെ അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയകളിലായിരുന്നു ആദ്യത്തെ ഇറാന്റെ അറ്റാക്കിംഗ് പാറ്റേൺ. എന്നാൽ ഇസ്രായേൽ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തത് എവിടെയാണെന്ന് ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇറാന്റെ പാറ്റേൺ മാറി തുടങ്ങിയത് എപ്പോഴാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ലീഡേഴ്സിനൊക്കെ വധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ അറ്റാക്കിംഗ് പാറ്റേൺ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ഇറാന്റെ സിറ്റിസൻസിന്റെ, അതായത് റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ അറ്റാക്ക് ചെയ്ത് നമുക്കറിയാം, ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും ആളുകൾക്ക് അവരുടെ സ്വഭാവം മാറും. അതുപോലെ തിരിച്ചടിക്കണം എന്ന് തോന്നി ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങി വെച്ചത്
ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. പലരും ചോദിക്കാറുണ്ട് എന്നോട്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇറാനെ മാത്രം എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് എന്താ വീഡിയോ ചെയ്യുന്നത്? ഇറാനെ സപ്പോർട്ട്, ഈ ലോകം മുഴുവൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏതാനും ചിലർ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാത്തത്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിനെയും US-നെയും സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം, ഇറാനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം, അവർക്ക് അവരുടെ ലാൻഡിനെ ഡിഫെൻഡ് ചെയ്ത് നിർത്താനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ അർത്ഥം. ഈ പറയുന്ന, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ കാര്യം വ്യക്തമായിട്ട് അറിയാം, പക്ഷേ അറിഞ്ഞില്ല എന്ന് വെക്കുന്നത് മാത്രം. അതിന് പല കാര്യങ്ങളുണ്ടാവും, പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാവും, മതപരമായിട്ടുള്ള അജണ്ട ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വെച്ചതുകൊണ്ട് യഥാർത്ഥ കാര്യം അവർ അറിയാത്ത പോലെ നടിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.